നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ ധർമ്മടത്ത് വീണ്ടും മത്സരിക്കുമെന്ന് വാർത്ത വന്നിട്ടുണ്ട്. ധർമ്മടത്ത് ആരായിരിക്കും പിണറായിയുടെ എതിരാളി? കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ ഒന്നെന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ ഇവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പിണറായി വിജയൻ വലിയ എതിരാളിയാണോ ഷാഫി പറമ്പിൽ എന്ന് തോന്നാം. പക്ഷേ അവിടെ മുസ്ലിം അനുകൂല വോട്ടുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ മത്സരത്തിനിറങ്ങിയാൽ കടുത്ത പോരാട്ടമാവില്ലേ? ഈ ശ്രീധരൻ വലിയ എതിരാളിയല്ലായിരുന്നോ ഷാഫി പറമ്പിലിന്? അതെ. കെ ശൈലജയോ? എന്നിട്ട് ഷാഫി ജയിച്ചില്ലേ? കയറി. ഷാഫി അത്ര മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല. പിണറായി വിജയൻ ആണെങ്കിൽ പോലും എത്ര തലയെടുപ്പുള്ള ആളുകളാണെങ്കിലും നമ്മൾ ഷാഫി പറമ്പിലിനെ വേറെ കാര്യങ്ങളിലൊക്കെ വിമർശിക്കുമെങ്കിലും ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു ആൺകുട്ടി തന്നെ. പാലക്കാട്ട് ഈ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് ശ്രീധരൻ വിജയിക്കുമെന്നുള്ള ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷെ അവസാന റൗണ്ട് വോട്ട് എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ഈ ശ്രീധരനെ മറികടന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരത്തിലുള്ള മുസ്ലിം വോട്ടുകളുടെ വലിയ പിന്തുണ ഷാഫിക്ക് കിട്ടിയതുകൊണ്ട് മാത്രം അന്ന് അവിടെ ജയിച്ചു കയറിയതാ. അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മടം എന്ന് പറഞ്ഞ മണ്ഡലത്തില് ഇതുവരെ മുസ്ലിം സ്ഥാനാർത്ഥി നിന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഷാഫി പറമ്പിൽ നിന്നാൽ. പിണറായി വിജയനെ അങ്ങനെ വിട്ടുകൊടുക്കണ്ട, ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് UDF ഷാഫി പറമ്പിലിന്റെ പേര് ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഷാഫി പറമ്പിൽ ആണവിടെ മത്സരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതല്ല. ആലോചനകൾ നടക്കുന്നുണ്ട് പിണറായി വിജയനെതിരെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ. അങ്ങനെയാണ് UDF ഇത്തവണ നീങ്ങുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികൾ. CPMന്റെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും പേരുകൾ നോക്കുമ്പോൾ വളരെ ദുർബലരാണ്. ഇപ്പൊ എന്റെ നാട്ടില് തൃപ്പൂണിത്തുറയില് KN ഉണ്ണികൃഷ്ണൻ വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടമാണ്. സ്ഥാനാർത്ഥി ഇല്ല എന്നാ പറയുന്ന പല സ്ഥലത്തും നിൽക്കാൻ. തൃക്കാക്കര, എറണാകുളത്ത് പല സ്ഥലത്തും ഒക്കെ ഇല്ലേ. എറണാകുളത്ത് ഇന്നയാളെയാണ് പരിഗണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ കിട്ടാൻ തന്നെ കൊള്ളാവുന്ന ആളുകളെ, സ്വതന്ത്രന്മാരെ പോലും എടുക്കാനായിട്ട് കയ്യിലില്ല. എറണാകുളത്ത് KV തോമസ് ആയിരിക്കും എന്നൊക്കെ വീണ്ടും ഇപ്പൊ ചർച്ചകൾ വരുന്നുണ്ടല്ലോ. അപ്പോ ഈ കണ്ണൂര് നമ്മൾ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കണ്ണൂര്. അറക്കൽ ബീബി ഇല്ലേ, ആലി രാജാവ് ഇല്ലേ, മുസ്ലിങ്ങൾ രാജാക്കന്മാരും മറ്റേ രാജ്ഞിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂര്. അപ്പോ കണ്ണൂര് പോലത്തെ ഒരു സ്ഥലത്ത് മാലിക് ദിനാർ ഇവിടെയൊക്കെ വന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു നായകൻ മാലിക് ദിനാറൊക്കെ വന്ന് മോസ്കൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം. നല്ല മുസ്ലിം ജനസംഖ്യ, വോട്ടർമാരൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഈ മൊത്തത്തിൽ ധർമ്മടം മണ്ഡലത്തിൽ എത്ര എന്നുള്ള കണക്ക് എനിക്കറിയില്ലല്ലോ, എങ്കിലും ധർമ്മടം മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 21% ജനസംഖ്യയിൽ മുസ്ലിങ്ങളുണ്ട്. ഇത് നമ്മൾ മൊത്തം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തന്നെ എടുക്കുകയാണ്. ഒരു 20-25% മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംഖ്യയല്ലേ അത്? അത് കഴിഞ്ഞ് കോൺഗ്രസിന് അവിടെ ഒരു വോട്ടുണ്ടല്ലോ. കോൺഗ്രസിന് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പറം ദിവാകരൻ 2011 KK നാരായണൻ CPM സ്ഥാനാർത്ഥി. 2011 മമ്പറം ദിവാകരൻ നിൽക്കുമ്പോൾ മമ്പറം ദിവാകരൻ അവിടെ 42% വോട്ടുണ്ട്. നാരായണന് KK നാരായണന് 53.13% വോട്ട് കിട്ടി. 53% ഒക്കെ വലിയ വോട്ടാണല്ലോ. അങ്ങനെയാണ് പിണറായി വിജയൻ ധർമ്മടം തെരഞ്ഞെടുക്കുന്നത് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മമ്പറം ദിവാകരൻ വീണ്ടും 2016 മത്സരിക്കുമ്പോൾ ഈ 42 എന്നുള്ളത് പിണറായി വിജയനെതിരെ 32.82% കുറഞ്ഞു. 10% വോട്ട് കോൺഗ്രസിന്റെ പോയി. കോൺഗ്രസിന്റെ 10% വോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് തെരഞ്ഞെടുപ്പ് പലതും അവിടെ ഇറക്കിയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. കോൺഗ്രസിന്റെ വോട്ട് 10% ഒറ്റയടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ 53% നാരായണന്റെ വോട്ട് 56 ആയി. 3% കൂടിയ പിണറായി വിജയന്. ഞാൻ പറയുന്നത് KK നാരായണന് കിട്ടുന്ന വോട്ടിൽ നിന്ന് ഭയങ്കരമായ ഒരു വോട്ടിലേക്ക് പിണറായി വിജയൻ പോയില്ല. 3% കൂടിയത്. അത് കഴിഞ്ഞ്
വീണ്ടും 2021 3% കൂടി പിണറായി വിജയന് കൂടുന്നു, 59% ആവുന്നു. അപ്പോഴും നഷ്ടം വരുന്ന ആർക്കാ? കോൺഗ്രസിന്. കോൺഗ്രസിന് 42-ൽ നിന്നും 32 2016. അത് വീണ്ടും 28 കുറഞ്ഞു സി രഘുനാഥൻ നിന്നപ്പോ കഴിഞ്ഞ തവണ. കോൺഗ്രസിൻ്റെത് 48-ൽ നിന്ന് 28-ലേക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ 14% വോട്ട് കുറഞ്ഞു വരികയായിരുന്നു അവിടെ. അതിന് ചില കാരണങ്ങളുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വോട്ട് ചോർന്നു പോയിട്ടുണ്ട് എന്നർത്ഥം. CK പത്മനാഭന് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി 9.9% ആണ്. അതിന് മുമ്പ് 2016 BJPക്ക് 8% ആണ്. എന്ന് പറഞ്ഞാൽ 8-9% വോട്ടാണ് BJPക്ക് അവിടെ ഉള്ളത്. പക്ഷെ കോൺഗ്രസിന്റെ പോയ വോട്ട് തിരിച്ചു പിടിക്കണമല്ലോ. കുറെ വോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിന് കിട്ടിയിരുന്ന മുസ്ലിം വോട്ടാണ് പോയതെന്നിരിക്കട്ടെ, സാധ്യതയില്ലേ? ഉണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പിണറായി ഈ ധർമ്മടം മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. കാരണം അദ്ദേഹം പുറത്ത് മറ്റെല്ലായിടത്തും പര്യടനമൊക്കെ നടത്തി അവിടെ പാർട്ടി പ്രവർത്തകർ വിജയിപ്പിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഷാഫി സാംസ്കാരിക പരിപാടിയൊക്കെ നടത്തിയാൽ മതി. അതെ, പക്ഷെ ഷാഫിയാണ് നിൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ അവിടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ശക്തമായ വെല്ലുവിളി ഉയർത്തും. ഇപ്പം നമുക്കറിയാം KK ശൈലജ വടകരയിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ശൈലജ ഉയർത്തിയ പ്രധാന വാദം ന്യൂനപക്ഷ വോട്ടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ നടത്തുന്നു, തനിക്കെതിരെ ന്യൂനപക്ഷത്തെ തിരിക്കുന്നു ഒക്കെ. അപ്പോൾ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇത് ധർമ്മടത്തും സംഭവിച്ചു. ധർമ്മടത്തും സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പ്രോ ഹിന്ദുത്വ ആണല്ലോ പാർട്ടിയുടെ നയം. കാരണം ലോക്സഭയില് ഈ മുസ്ലിം പ്രീണനം നടത്തി നോക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് വ്യക്തമായപ്പോ ഇപ്പോ ഈ മറ്റേ ഇരുവർ അഭിമുഖം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ആണല്ലോ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഞാൻ മറ്റേ ഭാഗവതവും രാമായണമൊക്കെ വായിച്ച് കൊടുത്തിരുന്നു അല്ലേ, മഹാഭാരതമൊക്കെ എന്ന് പറഞ്ഞു. ഒരു സന്യാസിയുടെ മനസ്സാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത ശ്ലോകമൊക്കെ അറിയാമെന്ന് തെളിയിക്കാനായിട്ട് മുമ്പ് കോവിഡ് കാലത്ത് ഞാൻ അദ്ദേഹം ഈ ശ്ലോകം മറ്റേ ഒരു സർക്കാർ പരിപാടി അവതരിപ്പിക്കുമായിരുന്നല്ലോ, വീണ ജോർജ്. അതിൽ ഈ പായസം ഒക്കെ വരുന്ന ഒരു സംസ്കൃത ശ്ലോകം, പ്രസിദ്ധമായ ഒരു സംസ്കൃത ശ്ലോകം അല്ലത്. അത് ശരിയായിട്ട് തന്നെയാണോ പിണറായി വിജയൻ ചൊല്ലിയത് എന്ന് എന്നോടൊരു സംസ്കൃത പണ്ഡിതൻ സംശയവും പറഞ്ഞു. അപ്പോ അങ്ങനെയൊക്കെ ചൊല്ലി ഒരു ഹിന്ദുത്വ മുഖം എനിക്കുണ്ട് എന്ന് തെളിയിച്ചിട്ടാണ് അദ്ദേഹം ഈ ധർമ്മടത്തേക്ക് പോകുന്നത്. ധർമ്മടം എന്നുള്ള പേരൊക്കെ വന്നത് ഈ ബുദ്ധിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നാണെന്നൊക്കെ പറയുമല്ലോ ചരിത്രപരമായിട്ട്. അപ്പോ പിണറായി വിജയനെ സംബന്ധിച്ച് ധർമ്മടം ഒരു ധർമ്മസങ്കടം ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷാഫി പറമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും മുഖ്യമന്ത്രിയാകാൻ സ്വയം സാധ്യത കൽപ്പിക്കുന്ന ഒരാളല്ലേ ഷാഫി പറമ്പിൽ. KPCC പ്രസിഡന്റ് സ്ഥാനം ഏതായാലും സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മത്സരിക്കുകയാണെങ്കിൽ അത് നോക്കുകയും വേണ്ടല്ലോ. മാത്രമല്ല ഒരു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച് കരുത്ത് തെളിയിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു മുഹൂർത്തം കൂടിയായിരിക്കും ഷാഫിയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെയധികം ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്രമല്ല ആ കരടുണ്ടല്ലോ ചീത്തപ്പേര്, ഈ മാങ്കൂട്ടത്തിനെ ചുമന്ന് നടന്നതിന് അത് തൂത്തുകളയാനും പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.